ഫോർട്ട് കൊച്ചി വൈപ്പിൻ ജലപാതയിലെ ഗതാഗതത്തിന് കൂടുതൽ കരുത്തേകാൻ പുതിയൊരു റോറോ സർവീസ് കൂടി വരികയാണ്. ഒരേ സമയം 14 ട്രക്കുകളും 12 കാറുകളും 50 യാത്രക്കാരെയും കയറ്റിക്കൊണ്ടു പോകാൻ പറ്റുന്നതാണ് പുതിയ സർവീസ്. ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. അനിൽ ജോർജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനിൽ ജോർജ്, ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഈ ചടങ്ങ് ക്രമീകരിച്ചിരിക്കുന്നത്? സേതു, ഇവിടെ ഫോർട്ട് കൊച്ചി വൈപ്പിൻ യാത്ര വലിയ ദുരിതമാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം. പലപ്പോഴും 2 റോറോ സർവീസുകളാണ് നിലവിലുള്ളത്. പക്ഷേ അതിൽ ഒരെണ്ണം മിക്കവാറും പണിമുടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സേതു സാഗർ എന്നാണ് ഈ റോറോ സർവീസിൻ്റെ പേര്. അതിലെ 3ാമത്തെ റോറോ ആണ് ഇപ്പോൾ അവസാന മിനുക്ക് പണികളിലേക്ക്, അതായത് രാവിലെ അലങ്കരിക്കുന്ന പണികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൂടി വരുന്നതോടുകൂടി വലിയ തോതിൽ യാത്രാ ക്ലേശത്തിന് പരിഹാരമുണ്ടാകും എന്നാണ് ആളുകൾ പറയുന്നത്. അതിനൊപ്പം തന്നെ മറ്റൊരു വലിയ സന്തോഷകരമായ കാര്യം കൂടിയുണ്ട്. സ്ത്രീകൾക്ക് റോറോയിൽ ഇന്ന് മുതൽ സൗജന്യ യാത്ര മേയർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഇന്ന് ഈ ഉദ്ഘാടനത്തിന് ശേഷം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. സ്ഥിരം യാത്രക്കാരായ കുറച്ച് സ്ത്രീകൾ ഇവിടെയുണ്ട്. എങ്ങനെയുണ്ട് ഈ ഇന്നത്തെ ഈ പുതിയ റോറോ കൂടെ വന്നു കഴിയുമ്പോൾ യാത്രയ്ക്കൊക്കെ ഒരു ദുരിതത്തിനൊരു പരിഹാരമാവുമോ? പരിഹാരം ആകുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ വിശ്വസിക്കാണ്ടിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 3 എണ്ണം 2 എണ്ണം കിടന്നാലും ചിലപ്പോൾ ഒന്നും ഉണ്ടാകാറില്ല ചില സമയത്ത്. അപ്പം അത് കാരണം ഞങ്ങൾക്ക് ഓടിയാൽ മതി, അതേ ഉള്ളൂ ഞങ്ങളുടെ ആഗ്രഹം. ഈ സൗജന്യ യാത്ര ഉണ്ടെന്ന് പറയുന്നു സ്ത്രീകൾക്ക്. ബസ് പോലെ തന്നെ ഇനിയിപ്പോൾ ഇതിലും സൗജന്യമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സന്തോഷകരമായ, അതിപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തപ്പോൾ അവിടെ പറയണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞ്. അപ്പം ഇങ്ങനെയൊന്നും അറിയില്ല. സൗജന്യയാത്ര സ്വാഗതാർഹമാണ്. 3 രൂപയെങ്കിലും 3 രൂപ അത് സ്ത്രീകൾക്ക് കിട്ടുന്ന അവരുടെ അവകാശമാണ്. അത് സന്തോഷം. യാത്രാ ദുരിതം പരിഹരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നു. സേതു, ഇത്തരത്തിലൊരു സന്തോഷകരമായ കാര്യങ്ങൾ നടക്കുന്നു. അതായത് വൈപ്പിൻ ഫോർട്ട് കൊച്ചിയിലെ യാത്രാ ക്ലേശത്തിന്, യാത്രാ ദുരിതത്തിന് ഒരു പരിഹാരമുണ്ടാകുന്നു. ഈ സേതു സാഗർ എന്ന റോറോ സർവീസ് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ്റേതാണ്. പക്ഷേ നിലവിൽ 2 സേതു സാഗർ ഉണ്ട്. പക്ഷേ അത് പലപ്പോഴും ഒന്നിൽ ചുരുങ്ങുകയും ചെയ്യുന്നു. അതിനൊരു പരിഹാരം കൂടിയാകുന്ന അവിടെ നിന്ന് നമ്മളോട് സംസാരിച്ചവരൊക്കെ യാത്രക്കാരും ഒക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അവർക്ക് പണി മുടക്കാതെ സ്ഥിരമായിട്ടൊരു റോറോ സർവീസ് കിട്ടിയാൽ അത് തന്നെയാണ്. ഇപ്പൊ എത്ര എണ്ണം വരുന്നു എന്നുള്ളതല്ല, വരുന്നതൊന്നും പണി മുടക്കാതെ സ്ഥിരമായിട്ട് ഒപ്പം ഉണ്ടായിരുന്നാൽ മതി എന്നുള്ളതാണ് അവരുടെയൊക്കെ ആവശ്യം. അങ്ങനെ